പ്രതിച്ഛായ, അധികാരത്തിന്റെ നിഴൽ യുദ്ധം. വാർത്തകൾ സത്യമാണോ, അതോ സത്യമെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും പടച്ചുവിടുന്നതാണോ? ഒരു രാഷ്ട്രീയക്കാരന്റെ വിജയം നിർണയിക്കുന്നത് അയാളുടെ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അയാളുടെ പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കാൻ കോടികൾ എറിയുന്ന മാധ്യമ ഭീമന്മാരും അവർക്ക് പിന്നിലെ അദൃശ്യകരങ്ങളും ചേർന്നൊരുക്കുന്ന ഒരു നിഴൽ യുദ്ധമാണ് ബി. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായ. നിവിൻ പോളിയും ബാലചന്ദ്രമേനോനും മുഖാമുഖം വരുമ്പോൾ അധികാരത്തിന്റെ ഈ ചതുരംഗക്കളത്തിൽ ആരാണ് യഥാർത്ഥ കിങ് മേക്കർ? ഷറഫുദ്ദീന്റെ രവി മാധവൻ എന്ന കഥാപാത്രം മുന്നോട്ട് വെക്കുന്ന ഡിജിറ്റൽ രാഷ്ട്രീയത്തിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് നിവിൻ പോളി ചിത്രം പ്രതിച്ഛായയിലെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചാണ്. ഒരു രാഷ്ട്രീയക്കാരന്റെ വിജയം നിർണയിക്കുന്നത് അയാളുടെ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അയാളുടെ പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കാൻ കോടികൾ എറിയുന്ന മാധ്യമ ഭീമന്മാരും അവർക്ക് പിന്നിലെ അദൃശ്യകരങ്ങളും ചേർന്നൊരുക്കുന്ന ഒരു നിഴൽ യുദ്ധമാണ് ബി. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായ. കേരള രാഷ്ട്രീയത്തിലെ അതികായനായ മുഖ്യമന്ത്രി KN വർഗീസിനെ ചുറ്റിപ്പറ്റിയാണ് കഥ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മകൻ ജോൺ വർഗീസ് നടത്തുന്ന നീക്കങ്ങളാണ് സിനിമയുടെ കാതൽ. വെറുമൊരു മകനല്ല ജോൺ, അച്ഛന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് അയാൾ. എന്നാൽ ഈ പോരാട്ടം രാഷ്ട്രീയ ഗോതയിൽ മാത്രമല്ല നടക്കുന്നത്. ഡിജിറ്റൽ ലോകത്തും മാധ്യമങ്ങളുടെ അണിയറയിലുമാണ് യഥാർത്ഥ കളി. മാധ്യമ ഭീമനായ രവി മാധവൻ, ഷറഫുദ്ദീൻ, മുഖ്യമന്ത്രിയെ തളയ്ക്കാൻ പുതിയ തന്ത്രങ്ങളുമായി രംഗത്തെത്തുന്നു. ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡിജിറ്റൽ സർവൈലൻസ് തുടങ്ങിയ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് രവി മാധവൻ തന്റെ കരുക്കൾ നീക്കുന്നത്. ഒരു വശത്ത് അച്ഛനെ രക്ഷിക്കാൻ ജോൺ വർഗീസ്, മറുവശത്ത് അധികാരം പിടിച്ചെടുക്കാൻ ഡിജിറ്റൽ തന്ത്രങ്ങളുമായി രവി മാധവൻ. ഈ നിഴൽ യുദ്ധത്തിൽ ആര് ജയിക്കും? 2013 സെക്രട്ടേറിയറ്റ് ഉപരോധം പോലുള്ള യഥാർത്ഥ രാഷ്ട്രീയ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നിവിൻ പോളിയുടെ പക്വതയാർന്ന അഭിനയവും ഷറഫുദ്ദീന്റെ വില്ലൻ വേഷവും സിനിമയുടെ കരുത്താണ്. കണ്ട്രു സെൽവരാജിന്റെ ദൃശ്യങ്ങൾ സിനിമയ്ക്കൊരു ഇന്റർനാഷണൽ ത്രില്ലർ മൂഡ് നൽകുന്നുണ്ട്. പക്ഷേ ഈ കളിയുടെ അന്ത്യം ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. എല്ലാ തന്ത്രങ്ങൾക്കും മുകളിൽ മറ്റൊരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ കസേര ഇളകുമോ, അതോ ജോൺ വർഗീസ് അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ എല്ലാവരെയും ഞെട്ടിക്കുമോ? ഇതറിയാൻ നിങ്ങൾ സിനിമ തന്നെ കാണണം. പ്രതിച്ഛായ വെറുമൊരു സിനിമയല്ല, അതൊരു മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ പുതിയ സിനിമകളുടെ കൂടുതൽ വിശകലനങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.